ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടീംസ് റെഡി ആയിക്കോ? യെസ് സർ. ടീംസ് റെഡി ആയിക്കോ? യെസ് സർ. എടാ, അപ്പ പ്ലെയിനിൽ നിന്ന് ചാടാ എല്ലാരും. ഓക്കെ അല്ലേ? ഓക്കെ സാർ. യാ, ചാടിക്കോ. ഓപ്പറേറ്റ് നമ്പർ 3 എല്ലാരും ചാടിക്കോ. സാർ, ഇവിടെ സിഗ്നൽ കിട്ടാനില്ല. നമ്മളെ എനിമീസ് ആരൊക്കെ വെടിവെക്കുന്നു. ഓ ഗോഡ്, വാട്ട് ഈസ് there? Sir, here is very injuries. No, here is very attacking me. Oh God, that's a very dangerous. You go there and come here. Okay, sir. എടാ, എന്തിനടി ഇവർ നല്ല പോലെ കിടന്ന സിറ്റി അല്ല, ലോകമാണ്. ഇപ്പം അതെ തലയും കുത്തനെ നിൽക്കണം ലോകം. ഞാൻ ഉദ്ദേശിച്ചത് ലോകം ഇല്ലേ മറങ്ങി നിൽക്കണമെന്നാണ്. എന്ന് വെച്ചാൽ ലോകം ഇല്ലേ വേറെ എന്തൊരു ഒരു അവസ്ഥയിൽ എത്തിയെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. യങ് ഷെർലോക്ക്, നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ഇല്ലേ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണം. യങ് ഷെർലോക്ക്, അത് ഷെർലോക്ക് ഹോംസിൻ്റെ ഒരു സിനിമയാണ്. നിങ്ങളൊന്ന് YOUNG പിന്നെ SHERLOCK, ഇത്രയേ ഉള്ളൂ. യങ് ഷെർലോക്ക്, അത്രയേ ഉള്ളൂ. യങ് ഷെർലോക്ക്. ശരിക്കും അതിന് ലക്ക് എന്നാണ് പറയണത്, ഷെർലോക്ക്. അങ്ങനെ അതില്ലേ ആമസോൺ പ്രൈമിലാണ് അതുള്ളത്. നിങ്ങൾക്കറിയാവോ ആമസോൺ പ്രൈം എന്ന് എഴുതി വെച്ചിട്ട് അതിൻ്റെ താഴെ ഒരു ഇല്ലേ ആരോ കണക്കൊരു സാധനമുണ്ട്. അത് വളഞ്ഞും പൊളഞ്ഞും അതിനകത്താണ് ഉള്ളത് ശരിക്കും. ഉള്ളത് എങ്ങനെങ്കിലും എനിമീസിനെ നമുക്ക് കളയണം, അല്ലെങ്കിൽ മഞ്ഞിപ്പാലും ഉമ്മത്തി എനിമീസ്. ഓപ്പറേറ്റ് നമ്പർ 3. ഹലോ സാർ. എന്താണ് അവിടെ? സാർ, ഇവിടെ ഫുള്ളും അപകടം. ഞാൻ ഇല്ല, ഇപ്പം വരാൻ പറ്റുമോ? നിങ്ങൾ എവിടെ നിൽക്കണ? നമ്മളിപ്പോൾ ഡൽഹിയിലാണ്. ഡൽഹി ആയത് ഡൽഹി അല്ലല്ലേ ഇത് വേറെ ഏതോ നാടല്ലേ? എന്നിട്ടാണ് ഇവിടെ യുദ്ധം ചെയ്യാൻ വന്നിരിക്കണം. നിനക്കൊക്കെ എന്തരേ സാർ? നമ്മളിവിടെ ഡൽഹിയിലാന്ന് വന്ന് പെട്ടിരിക്കണം. ഇവിടെ ഫുൾ ഹിന്ദിക്കാർ. ഏതൊരു എനിമി, ഏതോ പെണ്ണെനിമിയാണ്. എടീ പെണ്ണെ, എവിടെ നില്ലടി, അവിടെ നില്ല്. എടീ നില്ലടി. പോയി. ഇല്ല, അവളെ ഞാൻ കണ്ടെത്തിയിരിക്കും, എന്നിട്ട് ഞാൻ കൊല്ലും. നില്ലടി. 3 മിനിറ്റേ ഉള്ളൂ. യെസ്, കുറേ സാധനങ്ങൾ നമുക്ക് കിട്ടി. ഗ്രനേഡ് വരെ നമുക്ക് കിട്ടി, പക്ഷെ അത് ഉപയോഗിക്കാനില്ല. എവിടെ നിന്നറിയാ ശബ്ദം? നോക്കി വയ്ക്കാനുള്ള സമയമൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് എങ്ങോട്ടെങ്കിലും പോകണം, അല്ലെങ്കിൽ പണി അറിയാലോ. എന്തിൻ്റെ നിനക്കൊക്കെ? ഗൈസ്, വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഒരു കമൻറ്റ് ഇടണേ. ഗൈസ്, ഫ്രീ ഫയർ കളിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. പബ്ജി കളിച്ചിട്ടുണ്ടോ? ഞാൻ ഇത് രണ്ടും കളിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇപ്പോൾ ഫ്രീ ഫയറാണ് കളിക്കുന്നത്. എനിക്ക് എല്ലാവരെയും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ നിങ്ങളുടെ ശബ്ദം കേട്ടത്. എന്നാലും എന്തായിരിക്കും അവിടെ പറ്റിയ? എന്താടാ അവിടെ? സാറേ, ഇവിടെ ഫുള്ളും പ്രശ്നമായി. നമ്മുടെ ടീംസിലെ പകുതി സകല ആൾക്കാരെ അവർ കൊന്നു കളഞ്ഞു. ഇപ്പം എത്ര പേരുണ്ട്? 4 പേര്. 4 പേരാ? 10 പേര് ഞാൻ അങ്ങോട്ട് അയച്ചു വിട്ടേണല്ല. സാറേ, എന്നാലും ആ 10 പേര് അങ്ങോട്ട്, അല്ല ആ 9 പേര്
സാറേ എങ്ങാലും ഇല്ലേ, അത്രയും പേര് മരിച്ചുപോയി, അതുകൊണ്ടാണ് ഇപ്പം 4 പേര്. ടീംസ് മാറിക്കോ. ഹലോ ഹലോ ഡാ, ഹലോ ഹലോ. കട്ടായി. അവിടെ എന്താണ് പൊട്ടിത്തെറി കേട്ടോ? അവ എങ്ങാലും മരിച്ചോണ്ടോ? എന്താണ് ചുമ്മേ എന്താടാ? എടാ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. നീ എന്തിനു പറയണ? ശബ്ദം കേൾക്കണുണ്ടോ സാർ? എടാ കേൾക്കണമെന്ന് നീ പറഞ്ഞോ സാർ. ഇവിടെ എന്നെ ഒരാൾ വെടിവെച്ച് ബാക്കിയുള്ള 4 പേരും ബാക്കിയുള്ള 3 പേരും പോയി സാറേ. ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. എന്താടാ നീ പറയണ? എന്താടാ സാർ? അങ്ങനെ തന്നെ സാർ, നമ്മുടെ പ്ലെയിൻ ഇപ്പം ക്രാഷായി, അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനത്തെ അവസ്ഥ. മാത്രമല്ല എന്നെ ആരോ വെടിവെച്ച് കറുത്ത് നെഞ്ചത്തിലോട്ട്, അതുകൊണ്ട് എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റണില്ല സാറേ. എടാ എന്താണ് നീയൊക്കെ പറയണ? ഇമോഷണൽ ആവല്ലേ, എൻ്റെ കണ്ണീന്നിപ്പോൾ കരച്ചിൽ വരും സാർ. എടാ ഇവിടെ ഒരാൾ നിൽക്കണം, സ്വന്തം ആളെ പോലെ വിചാരിച്ചിട്ട് ഞാൻ കൊല്ലാമോ? ഹായ് ഹായ്. ഓഹോ ഹോ, ഇത് നമ്മളുടെ ഒരു എനിമി ആയിരുന്നടാ സാർ. ഞാൻ പറയണമെന്ന് കേക്ക് സാർ. ഓക്കെ ഓക്കെ ഓക്കെ, നീ ഇല്ല വിഷമപ്പെടാതിരിക്കേ. ഞാൻ വരാം. നീ ഒന്ന് വെയിറ്റ് ചെയ്. ഓക്കെ സാർ. എടാ കട്ടിയില് ഒരു മിനിറ്റ്. ഓ എന്താ സാർ? അതെ, വരാൻ പറ്റുമെങ്കിൽ ഞാൻ വരാം. അഥവാ എനിക്ക് വല്ല അപകടം പറ്റണമെങ്കിൽ ഇല്ലേ, നീ പെട്ടെന്ന് പൊക്കോണം കേട്ടോ. ഓക്കെ സാർ. ഹലോ സാറാ, എൻ്റെ ആളെ തിരിച്ചാടാ. ഹലോ, നിങ്ങളിനി എന്തിനു പറഞ്ഞാലും നിങ്ങളുടെ അനിയനെ തിരിച്ചറിയാൻ പറ്റത്തില്ല, അവൻ മരിച്ചു. ഡാ നീ എന്തടാ? നീ ഒറ്റ കാരനാണ് എൻ്റെ അനിയൻ കൊല്ലപ്പെടാൻ. നീ എന്തടാ? നീ എന്ത് സാധനമാടാ? ഹേയ്, നിങ്ങൾ വിഷമപ്പെടാതെ, നിങ്ങൾ എൻ്റെ സ്ഥലത്തോട്ട് വന്ന് 10 ലക്ഷം തന്നാൽ ഞാൻ നിങ്ങളുടെ അനിയനെ തിരിച്ചു തരാം. പിന്നെ ചത്ത അവരെങ്ങനെയാടാ തിരിച്ചു വരണം? നിനക്കെന്താ വട്ടായ? നിങ്ങളുടെ അനിയൻ്റെ ശബ്ദം കേൾക്കണോ? അതെ കേൾക്കണം സാർ. ഇവനെ നല്ലപോലെ ടോർച്ചർ ചെയ്യണുണ്ട് സാറേ. എനിക്ക് നല്ലൊരു ദേഷ്യം വരുന്നുണ്ട്. എൻ്റെ അനിയനെ ടോർച്ചർ ചെയ്ത് അവനെ ഞാൻ ഒട്ടും വിടൂല, ഒറ്റ നിമിഷത്തിൽ പോലെ ഞാൻ വിടൂല. നീ നോക്കിക്കോടാ, ഞാനേ നിനക്കിട്ട് പണി തരും. ഞാൻ എല്ലാം കേട്ടിരിക്കുവാടാ. എൻ്റെ ടീംസിനെ ഞാൻ നിൻ്റെ അടുത്ത് കൊണ്ടുവരോട്ടാ. എന്തരാ കൊണ്ടുവരട്ടാ? വേണ്ട, കൊണ്ടുവന്നോടാ, എനിക്ക് കുഴപ്പമില്ല. എൻ്റെ അനിയന് വേണ്ടി ഞാൻ ഒന്നും ചെയ്യും. വാടാ. നീ പറയാനുള്ള ടീംസിനെ അയച്ചല്ലേടാ. നിന്റെ ഒരു ടീം എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വരണം, പക്ഷെ അത് പെണ്ണാണ്. അതേപോലത്തെ ആ പെണ്ണ് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, നല്ല പരിചയമുണ്ട്. എൻ്റെ അനിയനില്ലെങ്കിൽ ഞാനും ഇല്ല, എൻ്റെ അനിയനില്ലെങ്കിൽ ഞാനും ഇല്ല. അവനെ എങ്ങനെങ്കിലും കൊല്ലണം. ഏതവനടെ ഇപ്പൊ പാട്ടിട്ട ഒരു സ്കേറി മോഡിലൊക്കെ പാട്ടിട്ട് ഞാൻ എന്നെ തന്നെ കൊന്നു.
എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്താണ് ഇത്? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവൻ ഞാനാണോ അതോ ഞാൻ അവനാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഗായ്സ്, എന്താ എനിക്ക് പറ്റിയ? ഗായ്സ്, അവൻ ഞാനാണോ ഞാൻ അവനാണോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഗായ്സ്. എന്താ ഗായ്സ് എനിക്ക് സംഭവിച്ചത്? അവൻ ഞാനാണോ ഞാൻ അവനാണോ? അവൻ എൻ്റെ ഫ്യൂച്ചറാണ്. എന്ന് വെച്ചാൽ എൻ്റെ ഭാവി ആണവൻ. ഞാൻ അവൻ്റെ പാസ്റ്റ് ആയിരുന്നു. അവനെ കൊല്ലണ്ടായിരുന്നു. അപ്പം ഭാവിയിൽ ഞാൻ അവനെ കണക്കായിരിക്കില്ല. എന്താണോ എന്തോ. ഞാൻ എപ്പോഴും ഈ കുളിച്ച മോന്തയും നടന്ന് വെച്ചോണ്ടിരിക്കുമായിരിക്കും. ദൈവമേ, ഒന്നും പറ്റല്ലേ ദൈവമേ. ഇവനെ ഞാൻ എന്തിനു കൊന്നത്? ഗൈസ്, വീഡിയോ ഇത്രയും ലൈക്ക് ചെയ്തിട്ട്